ഹലോ, വെൽക്കം ടു ഓൾ. നമ്മൾ ഫ്രീ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ് ആണല്ലോ ഇന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ടൂള് പരിചയപ്പെടാം. ഏതാണ് നമുക്ക് ആദ്യം വേണ്ടത്? ഒരു ഹെന്നാക്കോണാണ് അല്ലേ. ഹെന്നാക്കോണ് ഏത് യൂസ് ചെയ്യണം? പരമാവധി കടകളിൽ നിന്നുള്ള കോൺസ് നിങ്ങൾ ഒഴിവാക്കുക. ഓർഗാനിക് ആയിട്ടുള്ള ഇതുപോലുള്ള പ്രാക്ടീസ് കോൺ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഈ കോൺസ് യൂസ് ചെയ്യുക. കടകളിലുള്ള കോൺസ് എന്ന് പറയുന്നത് നോർമലി നമ്മളത് ഇടയിൽ വെച്ച് സ്റ്റെക്കാവുന്ന ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ഒരിക്കലും പെർഫെക്ഷൻ കിട്ടൂല, ഇടയിൽ വെച്ച് ബ്രേക്ക് ആവും അല്ലേ. അപ്പോൾ കോൺസ് ഏറ്റവും നല്ല കോൺസ് നിങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺസ് നന്നായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മെഹന്തിയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അത് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രൈഡൽ ഡിസൈൻ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ലൈൻസ് ആണ്. ലൈൻസ്, അതിൽ തിൻ ലൈനാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു ലൈന് നമ്മൾ നോർമലി ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതേപോലെ ടച്ച് ചെയ്ത് കോണിൽ ഇങ്ങനെ മൂവ് ചെയ്താണ് നമ്മൾ നോർമലി ഒരു ലൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു തെറ്റായ മെത്തേഡാണ്. എങ്ങനെയാണ് കറക്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിലും എൻഡിലും മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ഏരിയയിൽ ഡ്രൈപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈപ്പിംഗ് മെത്തേഡ് മീൻസ് ടച്ച് ചെയ്യാതെ എയറിലേക്ക് പിടിച്ച് കോണം മൂവ് ചെയ്ത് കൊണ്ടുപോയി എൻഡിങ് പോർഷനിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയാണ് ഡ്രൈപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടച്ച് ചെയ്യുക, കോണൊന്ന് ഇതുപോലെ ഒന്ന് പൊക്കി പിടിക്കുക, കോണ് മൂവ് ചെയ്ത് കൊണ്ടുപോവുക. മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുക, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുക, കോണൊന്ന് പൊക്കി പിടിക്കുക, കോണിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോവുക, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോണൊന്ന് പൊക്കി പിടിക്കുക, കോണ് മൂവ് ചെയ്ത് കൊണ്ടുപോയി എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ കോണ് ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്പേസിൽ ബാക്കിയുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കോണ് പൊക്കി പിടിച്ച് കോണിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ടച്ച് ചെയ്ത അപ്പം തന്നെ കോണിനൊന്ന് എയറിൽ പിടിക്കുക, ഇതേപോലെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സ്ലാൻഡിങ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടി ടച്ച് ചെയ്ത് ഒരിക്കലും ലൈന് വരഞ്ഞു കൊടുക്കരുത്. എങ്ങനെയാണ് സ്ലാൻഡിങ് ലൈൻ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ ഡ്രൈപ്പിംഗ് മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ ചെരിഞ്ഞുള്ള ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യുക, കോണിങ്ങനെ എയറിൽ പിടിച്ചിട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോവാം, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈന് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നൊരു എലമെൻറ്റാണ്. നമ്മൾ മെഹന്തിയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എലമെൻറ്റാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് നമുക്ക് കോണം മൂവ് ചെയ്യാൻ പറ്റും, ഏത് ഡിസൈനും നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇടയിൽ വെച്ച് ലൈന് ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇടയിൽ വെച്ച് ലൈനൊന്ന് ബ്രേക്കായിപ്പോയി. ഇത് ബ്രേക്ക് ആവാനുള്ള റീസൺ നമ്മൾ കോണിൽ കൊടുക്കുന്ന പ്രഷറും സ്പീഡും ഈക്വൽ അല്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലെ ബ്രേക്കായി പോവുക. ഇനി അഥവാ ഇങ്ങനെ ബ്രേക്കായിപ്പോയാൽ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ആ ലൈൻ ആദ്യം കംപ്ലീറ്റ് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഡ്രൈപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതേപോലെ ഒന്ന് ബ്രേക്കായിപ്പോയി, അപ്പോൾ അവിടെ മാത്രം ഈ ഒരു ലെവലിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതലേ വരഞ്ഞു കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലാൻഡിങ് ലൈന് നമ്മൾ നോക്കിയിട്ടുണ്ട്. സ്ലാൻഡിങ് ലൈന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങനെയാണ്? ഇതേപോലെ ഡ്രൈപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ലൈന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ തിൻ ലൈന് നോക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടാമത് വരുന്നതാണ് തിക്കായിട്ടുള്ള ലൈന്, തിക്ക് ലൈന്, കുറച്ച് ബോൾഡ് ചെയ്തിട്ടുള്ള ലൈൻ. നമ്മൾ നോർമലി കുറച്ച് കട്ടി കൂട്ടി കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇങ്ങനെ ടച്ച് ചെയ്ത് കോണിൽ പ്രഷർ കൊടുത്ത് ഇങ്ങനെ കട്ടി കൂട്ടിയിട്ടുള്ള ലൈന് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇത് തെറ്റായൊരു രീതിയാണ്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള തിന്ന് ലൈന് തന്നെ 2 എണ്ണം സെറ്റ് ചെയ്യാം. നമുക്ക് എത്രത്തോളം കട്ടി കൂട്ടി ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് സെക്കൻഡ് ലൈൻ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡബിൾ ലൈൻ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണൊരു തിക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 2 ലൈന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുക,
അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സെയിം മൂവ്മെൻറ്റ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ ലൈൻ എങ്ങനെയാണോ വരണ്ടിട്ടുള്ളത് അതേ ലെവലിൽ തന്നെ പ്രഷർ കൊടുത്ത് ഫില്ല് ചെയ്യാം. നമുക്കിത് വെർട്ടിക്കൽ ലൈനായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനിൽ സെറ്റ് ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ടുള്ള തിൻ ലൈൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കൊടുത്തതുപോലെ ഡബിൾ ലൈൻ ചെയ്തതിന് ശേഷം ഇടയിലുള്ള ഡോട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നേരത്തെ കൊടുത്തതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വെർട്ടിക്കൽ ലൈൻ ചെയ്ത് കൊടുക്കുക, ഡബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇതുപോലെ പ്രഷർ കൊടുത്ത് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റാണ് ഡോട്ട്സ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ചെയ്യാറുള്ളത് എങ്ങനെയാണ്? ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് എവിടെയാണോ ഡോട്ട് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിച്ച് ഇങ്ങനെ കോണിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മൾ കൊടുത്ത ആ ഒരു പ്രഷറിൽ പേസ്റ്റ് എന്താണ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളി പോവുകയാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്ക്, ഇതേപോലെയാണ് വരുന്നത് അല്ലേ? എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഒരു ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? കോണ് ടച്ച് ചെയ്യാതെ ഒന്ന് തൊട്ടില്ല എന്നില്ല ആ ഒരു ലെവലിൽ പിടിച്ച് കോണിലേക്ക് പ്രഷർ കൊടുക്കാം. ഓക്കെ, അപ്പോഴെന്താണ് നല്ല ഈവൺ ആയിട്ടുള്ള ഡോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ, ഒക്കെ മനസ്സിലാക്കാം. നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തതും ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അടുത്ത് പിടിച്ചിട്ട് പ്രഷർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡോട്ടും തമ്മിൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഡോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് തെറ്റായ രീതിയാണ്. ഇതുപോലെ ഒരിക്കലും ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യരുത്. എങ്ങനെ ചെയ്യേണ്ടത്? ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അടുത്ത് പിടിച്ച് കോണിലേക്ക് പ്രഷർ കൊടുക്കുക. എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഡോട്ട്സിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാം. ഇനി കുറച്ച് പ്രഷർ കൊടുത്ത് നമുക്ക് ആ ഒരു സൈസിൽ ചെറിയ സൈസിലുള്ള ഡോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ഇടയിൽ ഒരു വലിയ ഡോട്ട്, പിന്നെ എന്താണ് ചെറിയ ഡോട്ട് ഇതേ ലെവലിൽ സെറ്റ് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എന്താണ്, ഒരു ലൈനിൽ നമുക്ക് ചെയ്ത് നോക്കിയാലോ? തിൻ ലൈൻ സെറ്റ് ചെയ്യുക, പിന്നെ ആ ഒരു ലൈനിലേക്ക് ഡോട്ട് ചെയ്ത് കൊടുക്കുക. പ്രഷർ കൊടുത്താണ് ഈ ഒരു ഡോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമുക്കിടയിൽ ചെറിയ ഡോട്ട് ചെയ്തിട്ട് കൊടുത്താലോ? ഒരു വലിയ ഡോട്ട് കൊടുക്കാം, ഇടയിൽ ചെറുത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെയിം സൈസിലുള്ള ഡോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അറബിക് ഡിസൈനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്സാണ് ഇത് ഡോട്ട്സ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് ഡോട്ട്സ്. അത്രയും ഈസിയാണ്. ഇതിൽ പ്രത്യേകിച്ച് കുറേ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എലമെൻ്റാണ് ഡ്രോപ്സ്. നമ്മൾ ഡോട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ഡോട്ട്സും ജസ്റ്റ് ലൈനും വെച്ചാണ് ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രഷർ കൺട്രോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ഡ്രോപ്സ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈവൺ ആയിട്ടുള്ളൊരു ഡോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താഴേക്കാണ് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി മുകളിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴെ ഒരു ഡോട്ട് ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തോന്നിയാൽ ജസ്റ്റ് നമുക്കൊന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ഡോട്ട് നമുക്ക് ഏത് സൈസിലുള്ള ഡ്രോപ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് പ്രഷർ കൊടുക്കുക. അത് ആ ഒരു സൈസിലേക്ക് ഡോട്ട് ക്രിയേറ്റ് ആയാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ആ ഒരു എൻഡിങ് പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്ത് നോക്കിയാലോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്, ജസ്റ്റ് ഇതിലേക്ക് സ്ലാൻഡിങ് ലൈൻ, നമ്മൾ സ്ലാൻഡിങ് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് ലൈറ്റായിട്ട് സ്ലാൻഡിങ് ലൈന് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഡ്രോപ്സ് സെറ്റ് ചെയ്യാം. ആ ഒരു ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ എന്താണ് ഡ്രോപ്സ്
ലൈനിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഒന്ന് മുകളിൽ ചെയ്തോ ഒന്ന് താഴെ ചെയ്തോ ആ ഒരു ലെവലിൽ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ സെറ്റ് ചെയ്യുക, ഡയറക്റ്റ് ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്ലാൻഡിങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ഡ്രോപ്സ് ലൈനിലേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നോക്കിയിട്ടുള്ളത്? ബേസിക് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണല്ലേ. ലൈൻസ്, ഡോട്ട്സ്, ഡ്രോപ്സ്, ഇങ്ങനെ 3 എലമെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളെ വർക്കിൽ, നമ്മുടെ ഡിസൈനിൽ പെർഫെക്ഷൻ ഉണ്ടാവൂ. അല്ലാതെ ജസ്റ്റ് ക്ലാസ്സിന് വേണ്ടി ജസ്റ്റ് ഒരു കുറച്ച് മാത്രം ചെയ്ത് നോക്കിയാലൊന്നും മാറ്റങ്ങൾ വരില്ല. മെയിൻ എലമെൻറ്റ് നമ്മളെ ഡിസൈനിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് ലൈൻസ്. ഈ ലൈൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വർക്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.